മറുനാടൻ ഷാജൻ മർദ്ദനത്തിനിരയായി എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഓരോ മനുഷ്യനും അവശ്യം വേണ്ടത് നീതിബോധമായിരിക്കണം. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ കൊടി അടയാളങ്ങൾക്ക് അനുസരിച്ചോ രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ചോ വേരി ചെയ്യാനുള്ളതല്ല. സ്വന്തം കക്ഷി ചെയ്യുന്ന നെറികേട് പൂഴ്ത്തിവെക്കുകയും മറ്റു കക്ഷികളുടെ നെറികേട് പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്നതല്ല നീതിബോധം. അത് സ്റ്റേബിളായിരിക്കണം. നമ്മുടെ ഇഷ്ടക്കാർ ചെയ്തതാണെങ്കിലും അല്ലാത്തവർ ചെയ്തതാണെങ്കിലും തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ നാം പഠിക്കേണ്ടതുണ്ട്. ഈ ജനാധിപത്യം എന്നത് തന്നെ വിയോജിപ്പുകളുടെ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ വിമത ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് അടിച്ചമർത്തുകയല്ല വേണ്ടത്. അത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതുണ്ട്. തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തുകയും വേണം. അങ്ങനെയെങ്കിലേ ജനാധിപത്യം സ്മൂത്തായി പോവുകയുള്ളൂ. വൈധാനിക വൃന്ദത്തിന് നടുവിൽ ഏറെക്കാലം അഭിരമിക്കാമെന്നുള്ളൊരു വ്യാമോഹം, നേതാക്കളുടെ വ്യാമോഹം വൃഥാവിലാണ്. കാരണം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വച്ചാലും അസത്യം അല്ലെങ്കിൽ കള്ളത്തരം മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു കാവ്യനീതിയുണ്ട്, പ്രപഞ്ച സത്യങ്ങളുണ്ട്, അതിനനുസരിച്ചേ പോവുകയുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേയും മൂർച്ചവേറിയൊരൊറ്റ ലേഖനം കൊണ്ട് ഭരണകൂടങ്ങളെ വെട്ടിലാക്കിയ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ ഭയാദരവോടുകൂടി ബഹുമാനത്തോടുകൂടി രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ കക്ഷികളുടെ മുട്ടിടിക്കുമായിരുന്നു. ആദരപൂർവ്വം അവരെ പരിഗണിക്കുകയും ചെയ്തിരുന്നു, കാണുകയും ചെയ്തിരുന്നു. അത്രയും നിലവാരമുള്ള അല്ലെങ്കിൽ ക്വാളിറ്റീസുള്ള പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ ഇന്നില്ല. അത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയക്കാർ ഇന്നില്ലാത്തത് കൊണ്ട് തന്നെ സത്യം പറയുന്നവരെ, നല്ല പ്രവർത്തകരെ വിമത ശബ്ദമായി കാണുകയും അല്ലെങ്കിൽ അതിനടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഒക്കെയാണ് ഇപ്പോൾ ചെയ്തത്. അത് ജനാധിപത്യത്തെ തുടച്ചു മാറ്റാനുള്ള, വൈപ്പ് ഓഫ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു രീതി വരികയാണ്. ഏത് വിധേനയും അധികാരം കയ്യിൽ അടക്കി പിടിക്കാൻ അല്ല ഉള്ളം കയ്യിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഇത്തരം നീക്കങ്ങൾ. അവരൊന്നും നല്ല രാഷ്ട്രീയക്കാരോ നല്ല നേതാക്കളോ അല്ല. അന്ന് ഒരു ലേഖനം കൊണ്ട് തന്നെ ഇതേപോലെ 24 hours നിന്ന് സംസാരിക്കുകയൊന്നുമില്ല. അവിടെ പെണ്ണുപിടിച്ചു, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു, ഒരു ഫുട്ബോൾ കമൻട്രി പറയുന്ന പോലെ ഇങ്ങനെ നിന്ന് അദ്ദേഹം ഇതേ പുറത്തേക്ക് പോയി, അങ്ങനെയൊന്നും പറയുന്നില്ല. ഒറ്റ ലേഖനം കൊണ്ടാണ് അന്നത്തെ കാലത്തൊക്കെ ഭരണകൂടത്തിനെയൊക്കെ വെട്ടിലാക്കിയിട്ടുള്ളത്. അത്രയും ക്വാളിറ്റിയുള്ള ജേർണലിസ്റ്റുകളും ഇപ്പോഴില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ എല്ലാം ക്യാപിറ്റലിസ്റ്റുകളുടെ മുതലാളിമാരുടെ കയ്യിൽ അവരുടെ പോളിസി മാറ്റേഴ്സിനൊക്കെ അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ ജേർണലിസ്റ്റിന് പോവാൻ സാധിക്കുന്നുള്ളൂ. അവർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാലവും മാറി, കഥയും മാറി. അപ്പോൾ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകൾ ഈ മറുനാടൻ ഷാജൻ വളരെ കൃത്യതയോടെ പൊതുസമക്ഷം എത്തിക്കുന്നുണ്ട്. അത്തരം ഒരു വേലയിൽ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഒരു പരിധിവരെ വലിയ വിജയം തന്നെയാണ്. ഇനി അതോ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് നേരം തന്നെ വന്ന് പറയുന്നത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഞാൻ കൂടുതൽ വിശദമായി അതിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇനി അദ്ദേഹത്തിന് ന്യൂനതകൾ ഉണ്ടാവാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ അതിനിവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ, കോടതിയിൽ പോയി ആശയത്തിന് ആശയം കൊണ്ടാണ് നമ്മൾ എതിർക്കുക. അല്ലാതെ അണ്ടംതെറിക്കും മുണ്ടംതെറി എന്ന രീതി ഒരു ജനാധിപത്യ സമൂഹത്തിന്, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അപ്പോൾ അത് അവിടെ പോയി കോടതി വ്യവഹാരങ്ങളിലൂടെ പോയി അദ്ദേഹത്തെ മുട്ടുകുത്തിക്കുന്നതിന് പകരം അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല ഒരു രീതിയല്ല. അപ്പോൾ അദ്ദേഹത്തെ ഈ മറുനാടൻ ഷാജനെ അടിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ച് നിശബ്ദനാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ XY മറുനാടൻ ഷാജനെയല്ല, വേറെ ഏത് മാധ്യമപ്രവർത്തകനെയും ഈ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതല്ല. അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. അത് പ്രതിഷേധാർഹമാണ്.